PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ കരാറിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ നിയമവശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് MOU ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അതിൽ നിന്ന് ഒരു കക്ഷിക്ക് പിൻവാങ്ങാൻ കഴിയുമോ, അതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് പരിശോധിക്കണം. ഞങ്ങളുടെ നിലപാടിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച ചില സ്ഥിതിവിശേഷമുണ്ട്. മന്ത്രി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു നിലപാട് മാത്രമല്ല അതിൽ വരേണ്ടത്. അത് ഞങ്ങൾ ആലോചിച്ച് UDF അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം വൈകാതെ ഉണ്ടാവും. UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ PM ശ്രീ പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നു. കേന്ദ്രത്തിന്റെ നയങ്ങൾ സംസ്ഥാന വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും കാവ്യവൽക്കരിക്കുന്നതാണെന്നുമായിരുന്നു അന്നത്തെ UDF നിലപാട്. എന്നാൽ അധികാരത്തിലെത്തിയതോടെ പദ്ധതി പൂർണ്ണമായി തള്ളിക്കളയാൻ സർക്കാരിനാകുന്നില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ ഫണ്ടുകൾ തടസ്സപ്പെടുമോ എന്ന ആശങ്കയും സാങ്കേതിക തടസ്സങ്ങളുമാണ് സർക്കാരിനെ വലയ്ക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കരാർ ചൂണ്ടിക്കാട്ടി തടിയൂരാൻ ശ്രമിക്കുമ്പോഴും പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കാത്തത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കും. അമൃത ന്യൂസ്, മലപ്പുറം.